ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതി പുറത്തിറങ്ങിയ പുതിയൊരു ഉത്തരവുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റേതായിട്ടൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പുറത്തിറക്കിയ ഹൈക്കോടതി ഉത്തരവുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് കേട്ട് പറഞ്ഞു എന്നല്ല, പക്ഷെ നമുക്ക് ഒരുപാട് സന്തോഷമില്ലേ, നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയൊരു നിർദ്ദേശം, ആ ഒരു നിർദ്ദേശം ഒരു നിയമ നടപടിയിലൂടെ മുന്നോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു വക അതിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അന്ന് ഞാൻ ചെയ്ത വീഡിയോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്നയുടെ വീഡിയോ ആയിരുന്നു. അതിനകത്ത് മതമോ ജാതിയോ വർഗ്ഗമോ ഒന്നും ഞാൻ രാഷ്ട്രീയമോ ഒന്നും തന്നെ കൂട്ടിക്കലർത്തിക്കൊണ്ടല്ല ആ വീഡിയോ ചെയ്തത്. ഇത്രയുള്ളായിരുന്നു. ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ട ആരാധനാലയങ്ങളായാലും അവിടെ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ എത്തുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ദൈവത്തിനോട് അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ ഈ പറയുന്ന അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും മറ്റും പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന തെറി വിളിക്കുക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കുക ഇതിനുള്ളൊരു ഇടമല്ല അമ്പലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേത്ര പരിസരം. അതിന് ഏത് തരത്തിലുള്ള ആരാധനാലയങ്ങൾ, പള്ളി ആയാലും എന്തു തന്നെ ആയാലും അവിടെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ആ ദൈവത്തിനോട് നമ്മുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ പങ്കുവയ്ക്കാനുള്ള ഒരിടമായിട്ടാണ് നമ്മൾ എപ്പോഴും ഏതൊരു വിശ്വാസിയും കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ജസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ നമുക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ണൻ്റെ ചിത്രം വരച്ച് വിൽക്കുക എന്നുള്ളതാണ്. അപ്പം അത് അവരുടെ ചോയ്സാണ്, അവരുടെ ഈ പറയുന്ന അവരുടേതായിട്ടുള്ള കാര്യമാണ്, അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ പ്രൈവസിയാണ്. അതിനകത്തോട്ട് നമുക്ക് അവരുടെ അതിനകത്ത് ചോയ്സിലൊന്നും നമുക്ക് കൈകടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് അവരുടെ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പം അതിലൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ചോദിച്ച ചോദ്യം ഏറ്റവും ന്യായമായിട്ടുള്ളതാണ്. കാരണം കണ്ണൻ്റെ പടം വിൽക്കാതിരിക്കുക, അത് വാങ്ങിക്കാൻ ആളുള്ളിടത്തോളം കാലം അവർക്ക് വിൽക്കാതിരിക്കാം. പക്ഷെ അതിലപ്പുറത്തേക്ക് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്തുകൊണ്ട് കൃഷ്ണൻ്റെ ഭഗവാന്റെ അമ്പലനടയിൽ വരുന്നതിനൊന്നും കുഴപ്പമില്ല. അത് ആർക്ക് നമുക്കറിയാം. ഏത് മതത്തിൽപ്പെട്ടവരും മറ്റു മതഗ്രന്ഥങ്ങളെ വിശ്വസിക്കരുതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വായിക്കരുതെന്നോ അങ്ങനെയൊന്നും ആർക്കും പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കറിയാവുന്ന ഏറ്റവും സമ്പന്നരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പണ്ഡിതന്മാർ ഒക്കെ, നമ്മൾ മൗലവിമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭഗവത്ഗീത അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്തുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് പറയാറുണ്ട്, വായിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും കണ്ണൻ്റെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ് ജസ്നയെങ്കിൽ അവിടെ അമ്പലനടയിലേക്ക് ചെല്ലുന്ന സമയത്ത് മാത്രം, മറ്റൊരിടത്ത് നിൽക്കുന്ന സമയത്ത് തലയിലൂടെ തുണിയിടാത്ത ആ ഒരു സ്ത്രീ ഈ പറയുന്ന അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് മാത്രം തുണിയിട്ട് വീഡിയോ എടുത്ത് ദൈവത്തിനെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഇരിക്കുന്ന കൃഷ്ണന്, അവിടെ ഇരിക്കുന്ന ഭഗവാനിൽ ആ സ്ത്രീക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവിടെ ഓരോരുത്തർ വരുന്ന സമയത്തും അവരെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനറിയാം എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് തട്ടമിട്ട് ഞാൻ ജസ്ന സലീം ആണെന്ന് കാണിക്കേണ്ട ഒരു കാര്യമില്ല. അതിലപ്പുറത്തേക്ക് ഒരു റീൽ എടുത്തിട്ട് കൃഷ്ണനോട് കാണിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ഈ റീൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ അല്ലെങ്കിൽ ഈ പേക്കോലങ്ങൾ കാണിക്കുന്ന എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതൊരു ബിസിനസ് ട്രിക്ക് തന്നെയാണെന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം കൂടുതൽ ദൈവത്തിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ, മറ്റൊരു മതവിശ്വാസത്തിൽ പെട്ടൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അന്യമതത്തിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ചാൻസ് ഇല്ല. അപ്പം അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ, ആ അമ്പലനടയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലനടയിലെ കാര്യക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രഹേളിക എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അവർക്ക് തിരുത്താൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അവരാരും ഇതിൽ എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്. മറ്റു മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു മത വർഗീയത ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പെട്ടെന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ എന്നിരുന്നാൽ കൂടി ഈ സ്ത്രീ ഇത്തരത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഭഗവാന്റെ തിരുനടയിൽ വന്നുകൊണ്ട് രാത്രി 12 മണിക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കുക, പിന്നെ അത് ഭയങ്കരമായിട്ട് വിഷയമായിട്ട് മാറുന്ന സമയത്ത് ആ കേക്കിൽ മുട്ടയുണ്ടായിരുന്നില്ല, മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന എന്ത് പറയുന്നത് കോമൺ സെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആഹാര സാധനങ്ങൾ അമ്പലനടയിൽ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൊണ്ടു ചെല്ലേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, പള്ളിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ബിരിയാണി കൊടുക്കുമായിരിക്കും. അത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ ഈ പറയുന്ന ഖുറാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ രീതികളുമായി ബന്ധപ്പെട്ട് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലെ ഹിന്ദു മതത്തിലും ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന മാംസവും ബാക്കി കാര്യങ്ങളും മദ്യപിച്ചു അങ്ങനെയൊന്നും അമ്പലനടയിൽ കയറാൻ പാടില്ല, അല്ലെങ്കിൽ ശുദ്ധിയോടെ വേണം ചെല്ലാനായിട്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് അറിവില്ലാത്ത കാര്യമായതുകൊണ്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ വന്ന് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ഉള്ള ആൾക്കാർ വന്ന് തിരുത്തുക. എനിക്കൊന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർക്ക് ഈ പറയുന്ന
നമ്മുടെ ഈ ആർത്തവം പോലുള്ള മെൻസസ് പോലുള്ള പീരിയഡ്സിൽ പോലും എനിക്ക് തോന്നുന്നു പള്ളിയിൽ കയറുന്നതിന് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് തെറ്റാണെങ്കിൽ വന്ന് തിരുത്തി പറയാം, എനിക്കറിയാത്തത് കൊണ്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഹിന്ദു മതത്തിൽ വരുന്ന സമയത്ത് ഓപ്പോസിറ്റാണ് ഈ ഒരു കാര്യം. കറക്റ്റ് ശുചിയായിട്ട് മാത്രമേ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ മതവുമായി ബന്ധപ്പെട്ട് ഓരോ അമ്പലനടയും അല്ലെങ്കിൽ ആരാധനകളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അവിടെ ഏത് ഭക്ഷണ സാധനം കൊണ്ടുപോയി തിന്നുക, അവിടെ മുറിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം അത്രയും വലിയ കാര്യങ്ങളല്ലേ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട 2 ഭക്തരാണെന്ന് തോന്നുന്നു ഈ വിഭാഗത്തിൽപ്പെട്ട അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു, ഹർജി കൊടുക്കുന്നു. ആ ഹർജിക്ക് നമ്മുടെ ഹൈക്കോടതി ഉത്തരവ് പ്രഖ്യാപിക്കുന്നു. അതായത് ഭഗവാന്റെ തിരുനടയായിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിൽ ഇനി മുതൽ ഈ പറയുന്ന മതാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ പകർത്താൻ പറ്റും. അതല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ വീഡിയോകൾ പകർത്താൻ പറ്റും. അതിലപ്പുറത്തേക്ക് മറ്റു റീലുകളോ ബാക്കി കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശസ്തരായിട്ടുള്ള സിനിമാ നടന്മാരോ നടിമാരോ വരുന്ന സമയത്ത് കുറേയധികം വ്ളോഗർമാർ പിറക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. അതൊന്നും ഇനി മുതൽ അനുവദനീയമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ഷേത്രത്തിലുള്ള കാര്യകാരണക്കാരായിട്ടുള്ള ആൾക്കാർ നോക്കേണ്ടതാണ്. അവരത് നോക്കാതിരിക്കുകയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി തുടരുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസ് കേസെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹൈക്കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള കണ്ണ എന്നുള്ള വിളിയും പിന്നെ ഈ പറയുന്ന കപടഭക്തി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭക്തി ഒരു പക്ഷേ കൂടിപ്പോയി കാണും. അല്ലെങ്കിൽ ഭക്തി എന്തെന്ന് തിരിച്ചറിയാത്തത് മൂലം കാണിച്ചു കൂട്ടിയ കുറേയധികം എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ മൂലം കുറേ ആൾക്കാർക്കാണ് ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് വന്നത്. അപ്പം ജസ്ന എന്ന് പറയുന്നൊരു സ്ത്രീ മാത്രമല്ലല്ലോ അവിടെ റീല് കാണിക്കുന്നത്, മറ്റൊരു കാര്യമാണ് റീൽ എടുക്കുന്നത്. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇത്. ഈ മതത്തിൽപ്പെട്ട ആൾക്കാരായാലും എന്തിൽപ്പെട്ട ആൾക്കാരായാലും സിനിമയിൽ അങ്ങനെ കുറേ ആൾക്കാർ. അപ്പം ഈ ഒരു നിയമം വരുന്ന സമയത്ത് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ബാധകമായിട്ടുള്ളത്. ഇത് സിനിമയിൽ അഭിനയിക്കുന്നവർക്കായാലും സീരിയലിൽ അഭിനയിക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ഈ പറയുന്ന എന്തിടത്തുള്ള സോഷ്യൽ മീഡിയാസ് കൈകാര്യം ചെയ്യുന്ന എത്ര സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരായാലും ഇത് തന്നെ ആയിരിക്കണം അവരുടെ രീതി എന്ന് പറയുന്നത്. കാരണം ചില ആൾക്കാരെങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഈ പണമുള്ളവൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് കണ്ണടച്ച് കൊടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കാൻ അനുവദിക്കുക, ബാക്കി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും കൊടുക്കാതിരിക്കുക. ഇതല്ല ഈ ഉത്തരവിലൂടെ നടപ്പിലാക്കേണ്ട കാര്യം. കൃത്യമായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആരും തന്നെ ചെയ്യാൻ പാടില്ല. അതായത് മതാചാരവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ അമ്പലനടയിൽ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അത് നമുക്കറിയാവുന്ന കാര്യമാണ്, പുറത്തേക്ക് പോകേണ്ട കാര്യമാണ് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ ആക്കി എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരുപാട് ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ഈ ഒരു സീസണിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടന്നൊരു സീസണാണ്. അപ്പോൾ ഒരുപാട് കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോഗ്രാഫി കാര്യങ്ങൾ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ പ്രൈവറ്റായിട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ച് അമ്പലത്തിൽ തിരുനടയ്ക്ക് മുന്നിലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ് എന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇതിലൂടെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ ജസ്ന എന്ന് പറയുന്ന സ്ത്രീക്ക് പിന്നാലെ മറ്റൊരു സ്ത്രീ കൂടെ ഇത്തരത്തിലേക്ക് അമ്പലനടയിൽ പോവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഞാനിവിടെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേയധികം കാണിക്കുന്നുണ്ട്. അപ്പം കുറേ പേർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ആൾക്കാർ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ പോകുന്നത്. മതത്തിനെ വെച്ചുകൊണ്ടുള്ള കളിയിലൂടെയാണ് പോകുന്നതെന്ന് പറയുന്നത്. കാരണം അതാണല്ലോ പെട്ടെന്ന് ആളി കത്തിക്കാൻ പറ്റുന്നൊരു വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായിട്ട് കാര്യഗൗരവബോധത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്താണ് മതം, എന്താണ് ജാതി, എന്താണ് ദൈവം അല്ലെങ്കിൽ എന്താണ് ഭക്തി, ഇതൊക്കെ കൃത്യമായിട്ട് തമ്മിലടുപ്പിക്കാനുള്ളൊരു കാര്യമല്ല. അതിലപ്പുറത്തേക്ക് കാര്യവിവരത്തോടെ കണക്കാക്കേണ്ട ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ട ചില പ്രവൃത്തികളാണ്. അപ്പം ആ സ്ത്രീക്ക് ഇനിയും ഫോട്ടോ എടുത്ത് വിൽക്കാൻ പറ്റും, പക്ഷെ അവർ ചെയ്തത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നതെന്നുള്ളത് ആ സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുനാട് അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കോമാളിത്തരം കാണിക്കാനുള്ള ഇടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് വളരെ സ്വീകാര്യാർത്ഥമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.